വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണുവും കമലിനും കൂടി അവിടെയൊക്കെ കുഴിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കിട്ടുന്നില്ല. അന്നേരം കമലം പറയുന്നുണ്ട് ഇവിടെങ്ങും ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ വരെ നഖമോ മുടിയോ ഒക്കെ തുണിയോ ഒക്കെ കിട്ടണമെന്ന് പറയുകയാണ്. അന്നേരം അതൊക്കെ സിനിമയിലല്ലേടാ, ഇത് ജീവിതമല്ലേ, നീ അങ്ങോട്ട് നോക്കുമെന്ന് പറഞ്ഞ് മൊത്തം നോക്കുകയാണ്. പക്ഷെ ഒന്നും കിട്ടുന്നില്ല. അന്നേരം ഇവിടെയാണല്ലോ സ്ഥലം പറഞ്ഞ് തന്നത്, പക്ഷേ ഇവിടെ എങ്ങും ഇല്ല എന്നിങ്ങനെ പറഞ്ഞ് എന്നാലും ഇത് എവിടെ പോയി എന്നും പറഞ്ഞ് ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം എങ്കിൽ നമുക്ക് കുഴി മൂടാം എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം മൂടണോ, വല്ല വാഴയോ കപ്പയോ ഒക്കെ വെക്കാമെന്ന് പറയുകയാണ്. അന്നേരം നീ എന്തോ പറയുന്നത്, അങ്ങോട്ട് മൂടിടാന്ന് പറയുകയാണ്. അന്നേരം ആശാന് കിളച്ച് പരിചയമൊന്നുമില്ല, അടിച്ചല്ലേ ശീലം, നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്കേ കിളച്ച് ശീലമുള്ളൂ എന്ന് പറയാൻ മതി ഡയലോഗൊക്കെ അങ്ങോട്ട് മൂടുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി കുഴിയൊക്കെ മൂടുന്നുണ്ട്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കാമെന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടെന്ന് ആശാൻ എന്തോന്ന് ഉറപ്പ്, ഇവിടെ എങ്ങും ഇല്ല എന്ന് പറയുകയാണ്. ഈ സമയത്ത് ശാലിനിയാണെങ്കിൽ തിരിച്ച് ഓട്ടോയിൽ വീട്ടിലേക്ക് പോകുന്ന സീൻ കാണിക്കുന്നുണ്ട്, പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് രണ്ട് പോലീസുകാർ അതിലെ ബൈക്കിൽ വരുന്നുണ്ട്. അന്നേരം അവിടെ എന്തോ വെട്ടമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ തോന്നിയതായിരിക്കും എന്ന് ഒരു പോലീസുകാരൻ പറയുന്നുണ്ട്. ഇല്ല ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞെങ്കിൽ വണ്ടി നിർത്ത് നോക്കാമെന്ന് പറഞ്ഞ് അവർ ടോർച്ച് അടിച്ച് ആരിടാന്നും പറഞ്ഞിങ്ങനെ ലൈറ്റ് അടിക്കുകയാണ്. അപ്പോൾ ഇവർ കാണുന്നുണ്ട്. അന്നേരം വിഷ്ണു കമലിനും കൂടി ഓടാനുള്ള ശ്രമമാണ്. അന്നേരം ആ പിക്കാസും മൺവെട്ടിയൊക്കെ എടുക്കടാന്ന് പറഞ്ഞ് അതെല്ലാം കൂടി എടുത്തുകൊണ്ട് അവർ വണ്ടിയുടെ അടുത്തേക്ക് അങ്ങ് പോവുകയാണ്. ഈ സമയത്ത് പോലീസുകാർ വിഷ്ണു നിന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കിളച്ച് മറിച്ചിരിക്കുന്നല്ലോ എന്ന് ഒരാൾ പറയുകയാണ്. അന്നേരം വാഴയോ കപ്പയോ നടാനായിരിക്കും എന്ന് പറയുമ്പോൾ ഈ പാതിരാത്രിയോ എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഈ വിഷ്ണു കമലിനും കൂടി പെട്ടെന്ന് അതെല്ലാം വണ്ടിക്കകത്തിട്ട് വണ്ടി എടുത്ത് പോവുകയാണ്. അന്നേരം വണ്ടിയുടെ ശബ്ദം കേട്ടിട്ട് അവർ ഈ പോലീസുകാർ അങ്ങോട്ടത്തേക്ക് ഓടുന്നുണ്ട്. പക്ഷേ ഇവരെ കാണുന്നില്ല. വിഷ്ണു പെട്ടെന്ന് വണ്ടി എടുത്ത് പോവുകയാണ്. പക്ഷെ ഒരു വണ്ടിയാണ് എന്നുള്ളത് അവർ കാണുന്നുണ്ട്, പക്ഷേ ഇവരെ ആളിനെ കാണുന്നില്ല. അന്നേരം പോലീസുകാർ പറയുകയാണ് വണ്ടി എടുക്കും, നമുക്ക് പിന്നാലെ വെച്ച് പിടിക്കാമെന്ന് പറയുകയാണ്. ഇതേസമയം വണ്ടിയിൽ പോകുന്ന കമലിന് ആകപ്പാടെയൊക്കെ പേടി, ഇനി അവർ കുഴപ്പമുണ്ടാകുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ആ പോലീസുകാരെന്ന് പറയുമ്പോൾ അവരൊന്നും നമ്മളെ കണ്ടിട്ടൊന്നും ഇല്ല എന്ന് പറയുകയാണ്. എന്നാലും നമ്മുടെ ബോഡി എടുക്കാനാണല്ലോ പോയത്, അത് അവിടെ ഇല്ലല്ലോ, അപ്പോൾ പിന്നെ അവർ നമ്മളെ പിന്തുടർന്ന് ഇനിയിപ്പോൾ പിടിച്ചാൽ നമ്മൾ എന്തോ പറയും, ഇനി വാഴയോ കപ്പയോ നടാനാണെന്ന് പറയാം അല്ലേ ആശാനെയും ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവിന് ആകപ്പാടെയും കൊണ്ട് ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നെന്ന് ചോദിക്കുകയാണ്. അന്നേരം ആശാൻ്റെ കൂടെ നിന്നുള്ള ബുദ്ധിയാണ്, ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലേ ഞാൻ അതൊക്കെ പുറത്തെടുക്കാറുള്ളൂ പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാല്ലേ ചോദിക്കുകയാണ്. അന്നേരം ഒരു ഒറ്റ വീക്ക് വെച്ച് തന്നാണ്ടല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു ദേഷ്യപ്പെടുകയാണ്. ഇവിടെ പാതിരാത്രിയാണ് വാഴയും കപ്പയൊക്കെ നടുന്നതെന്ന് ചോദിക്കുകയാണ്. ഒരു പിന്നെയും കുരുക്കിലാക്കൂലേയും ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തു പറയും ആശാനെയും ചോദിക്കുകയാണ്. അന്നേരം നീ ഒന്നും പറയണ്ട, നമ്മളെ ആരും കണ്ടിട്ടില്ല, നമ്മളൊന്നും ചെയ്തിട്ടുമില്ല, അവർ വണ്ടി കണ്ടു കാണുമെന്നൊക്കെ കമലൻ ചോദിക്കുകയാണ്. അന്നേരം ഒന്നും കണ്ടിട്ടില്ല, നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ, അങ്ങനെ ചോദിക്കേണ്ട അവസ്ഥ വരില്ല, എങ്ങാനും ചോദിച്ചാൽ നീ എന്ത് പറയുമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ ആശാൻ്റെ കൂടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത്, വീട്ടിൽ കിടന്ന് മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. നിന്നെ ആ ആട്ടോ കിടന്ന സ്ഥലത്ത് ഉണ്ടാക്കാൻ ഈ നമ്മട്ടിയും വികാസവും ഒക്കെ കഴുകി വൃത്തിയാക്കി വെക്കണം, ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഇന്ന് പണിയെടുത്ത ഒരു ലക്ഷണവും കാണരുത്, നീ ആ പെങ്കുച്ചിനെ സ്വപ്നം കണ്ട് കിടന്നു ആ ജയശ്രീ എന്ന് പറയുകയാണ്. എന്നിട്ട് അപ്പം കമലിന് ഒരുവിധ ആശ്വാസം വരുന്നുണ്ട്. എന്നാലും നിനക്കൊരു താങ്ക്സ് ഉണ്ട്, നീ രാത്രി വിളിച്ചപ്പോൾ വന്നല്ലോ എന്ന് വിഷ്ണു പറയാണ്. വിഷ്ണു വണ്ടി ഓടിച്ച് പോവുകയാണ്, കമല വണ്ടിക്കകത്ത് ഇരിക്കുകയാണ്. പക്ഷേ കമലിൻ്റെ ആകപ്പാടെ പേടി, എനിക്ക് പേടിയൊക്കെ ഉണ്ട്, ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ആശാൻ വിളിച്ചാൽ ഞാൻ വരാതിരിക്കില്ല, എനിക്കിപ്പോൾ ആശാൻ കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ പോലും ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വരും എന്നിങ്ങനെ ആശാനല്ലാതെ ഞാനില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ കമലിൻ്റെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല, നമ്മളൊന്നും ചെയ്തിട്ടുമില്ല, നമ്മളാരും കണ്ടിട്ടുമില്ല, നമ്മളെങ്ങും പോയിട്ടുമില്ല എന്നിങ്ങനെ വിഷ്ണു പറഞ്ഞു വയ്ക്കുകയാണ്. അന്നേരം കമലിനത് സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ഓട്ടോയിൽ തിരികെ വീട്ടിലെത്തുന്നുണ്ട്. അന്നേരം എന്നിട്ട് റൂമിലേക്ക് വരുമ്പോൾ വിഷ്ണു ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയല്ല, ഉറക്കം നടിച്ച് കിടക്കുകയാണ്. അന്നേരം ശാലിനി നോക്കുമ്പോൾ വിഷ്ണുവിനെ കാണുന്നുണ്ട്. ശാലിനി ഒന്ന് ലൈറ്റ് ഇടുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ കണ്ണ് തുറക്കുന്നുണ്ട്, പക്ഷെ തിരിഞ്ഞ് കിടക്കുകയാണ്, അങ്ങോട്ടത്തേക്ക് നോക്കുന്നില്ല. അന്നേരം എവിടെയൊക്കെ പോയി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വന്ന് കിടന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചോദിച്ചാലും സത്യം പറയില്ല, ഓസ്കാർ വീട്ടിൽ കൊണ്ട് തരുന്ന അഭിനയം ഇപ്പോൾ കാഴ്ചവെക്കും എന്നൊക്കെ ശാലിനി വിചാരിക്കുകയാണ്. എന്നിട്ടാണെങ്കിൽ ശാലിനി ഇങ്ങനെ പിന്നെ വിഷ്ണുവിനെ വിളിക്കുകയാണ്, വിഷ്ണു ഏട്ടാന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം ആരാ എന്താ എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ ഉറക്കപ്പിച്ച് പോലെ എഴുന്നേൽക്കുകയാണ്. അന്നേരം ആരുമല്ല, ഞാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവേട്ടൻ നീ രാത്രി എവിടെ പോയാലും ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ എവിടെ പോയി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണുവേട്ടൻ ഈ മുറിയിലോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ മുറിയിലല്ല, ഞാൻ ടെറസിൽ കാറ്റ് കൊള്ളാൻ പോയി നക്ഷത്രമൊക്കെ നോക്കി കിടക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം എങ്കിൽ പിന്നെ മുകളിലായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, ഈ രാത്രി വിഷ്ണുവേട്ടൻ വേറെ എവിടെയോ പോയതാണ്, ഈ വീട്ടിൽ വിഷ്ണുവേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ രാത്രി അന്വേഷിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ശാലിനി അങ്ങോട്ട് ചൂടാവുകയാണ്. വിഷ്ണുവിനാണെങ്കിൽ എന്ത് പറയണമെന്നിൻ്റെ അവസാനം തപ്പുന്നുണ്ട്. അവസാനം വിഷ്ണു ദേഷ്യപ്പെടുകയാണ്. എന്നെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ എനിക്കും ചോദ്യം ചെയ്യാമല്ലോ എന്ന് വിഷ്ണു ചാടി എഴുന്നേൽക്കുകയാണ്. ഞാനൊരാണാണെന്ന് കരുതാൻ രാത്രി പുറത്ത് പോയി ഒന്നും സംഭവിക്കില്ല, താനൊരു പെണ്ണല്ലേ, അപ്പോൾ പിന്നെ രാത്രി എവിടെ പോയി എന്തെല്ലാം സംഭവിക്കും, നല്ല കാലമൊന്നുമില്ല, എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ, അങ്ങനെ പുറത്ത് പോകുന്ന പെണ്ണുങ്ങൾക്ക് വേറൊരു പേരാണ് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഏട്ടാന്നിങ്ങനെ ശാലിനി ഉറക്കനെ വിളിക്കുകയാണ്. അന്നേരം അങ്ങനെയല്ല, എൻ്റെ ഭാര്യയെ ആളുകൾ മോശം പറയുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ്, ഇനി മേലെ എൻ്റെ അനുവാദം ഇല്ലാതെ ശാലിനി പുറത്തേക്ക് പോവല്ലേ, മനുഷ്യൻ
മനുഷ്യനെ ഉറക്കം കളയാനായിട്ടെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആകെ ദേഷ്യപ്പെട്ട് ശാലിനിയിൽ നിന്ന് രക്ഷപ്പെടാനാണ്. വിഷ്ണുവിനത് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ശാലിനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു അങ്ങ് അപ്പുറത്തേക്ക് പോവുകയാണ്. പക്ഷേ ഈ ഒരു സംഭവം ശാലിനി ഓർമ്മിക്കുന്നതാണ്. ശാലിനി ആ വിഷ്ണുവിനെ ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്ന വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് ശാലിനി ഓർമ്മിക്കുകയാണ്. വിഷ്ണുവിനെ വിളിച്ചുണർത്തി ചോദിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത്. അന്നേരവും വിഷ്ണു ഇങ്ങനെ കണ്ണിറുക്കി അടച്ച് കിടക്കുകയാണ്. അപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയിട്ട് കൂടെ കണ്ണ് തുറക്കുന്നുണ്ട്, ശാലിനിയിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുന്നോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. തുടർന്ന് ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ നോക്കി കരുതുകയാണ്. വിളിച്ചുണർത്തി ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ പറയുകയുള്ളൂ, ഒഴിവൊഴികൾ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കും, എന്തൊക്കെ എന്നിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ട് അത് കണ്ടുപിടിക്കണം, വിഷ്ണുവിൻ്റെ കൂടെ നടന്ന് തന്നെ കണ്ടുപിടിക്കണം, എന്തോ ഗുരുതരമായ പ്രശ്നമാണ്, അല്ലാതെ വേറെ വഴിയില്ല എന്നാലോചിച്ച് ശാലിനി ഇങ്ങനെ കട്ടിലിരിക്കുന്നുണ്ട്. വിഷ്ണു ഉറക്കം നടിച്ച് കിടക്കുന്നുണ്ട്. തുടർന്ന് പിറ്റേന്നാണെങ്കിൽ വിഷ്ണുവും കമലിനും കൂടി ആ ബോഡി നോക്കിയ സ്ഥലത്ത് പോലീസും കുറേ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. പോലീസിൻ്റെ ബാനറൊക്കെ ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതായത് വേലായുധനാണെങ്കിലുള്ള സത്യമൊക്കെ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഹമീദിൻ്റെ പോലീസുകാർ വേലായുധനെയും കൊണ്ട് വരുന്നുണ്ട്. അന്നേരം എവിടെ ഇടാൻ ചോദിക്കുമ്പോൾ അത് അവിടെയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം കുറേ നാട്ടുകാർ മീഡിയക്കാരും ഒക്കെ കൂടിയിട്ടുണ്ട്. നാട്ടുകാരിൽ ഒരാൾ ഒരു രാഷ്ട്രീയക്കാരൻ തോന്നിക്കുന്ന ആൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്താ സാറേ സംഭവം ചോദിക്കുകയാണ്. അന്നേരം ഇവൻ ഒരാളെ കൊന്നു, അത് കുഴിച്ചിട്ടു, അപ്പോൾ അത് മാന്തി എടുക്കാൻ വന്നതാണ് എന്ന് പറയുകയാണ്. അന്നേരം എന്തോന്നാണ് സാറേ ഈ പറയുന്നത്, അങ്ങനെയൊന്നും ആ പാവത്തിനെ വെറുതെ കൊല്ലാക്കൊല ചെയ്യുകയാണ്, വേറെ ആരോ രക്ഷിക്കാൻ വേണ്ടി അയാളെ ബലിയാടാക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുമ്പോൾ അയാളെ ഇങ്ങോട്ട് പിടിച്ചു മാറ്റുന്ന ഹമീദ് പറയുന്നുണ്ട്. പക്ഷേ ഈ നാട്ടുകാരൊക്കെ അങ്ങോട്ടത്തേക്ക് തള്ളി കയറാനുള്ള ശ്രമമുണ്ട്. പോലീസ് ഇങ്ങനെ അവരെ ഇങ്ങനെ പിടിച്ച് വച്ചിരിക്കുകയാണ്. തുടർന്ന് എവിടെ ആടോന്ന് ചോദിക്കുമ്പോൾ ദാ ഇവിടെ തന്നെയെന്ന് പറയുകയാണ്. തുടർന്ന് കുഴി മാന്തുന്നവരെ അങ്ങോട്ടത്തേക്ക് വിളിച്ചിട്ട് അപ്പോൾ ഇവിടെ ആരോ കിളച്ച് മറിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പോലീസുകാരും ഈ വേലായുധനൊക്കെ കരുതുകയാണ്. അന്നേരം കുഴിച്ച് നോക്കെന്ന് പറഞ്ഞ് അവിടെ ഒക്കെ മൊത്തം കുഴിക്കുകയാണ്. പക്ഷേ അവിടെ നിന്നൊന്നും കിട്ടുന്നില്ല. അന്നേരം ഈ പോലീസുകാർ പോലീസ് വേലായുധനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ആൾക്കാർ ഇവിടെ നിന്ന് എവിടെയാടാ ബോഡി മാറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്കറിയില്ല സാറേ എന്നിങ്ങനെ വേലായുധൻ പറയുകയാണ്. അന്നേരം ആ തലേ ദിവസം രാത്രി കണ്ട 2 പോലീസുകാർ അവിടെ ഉണ്ട്. അതിലൊരാൾ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ഇവിടെ സംശയാസ്പദമായിട്ട് ഞാൻ 2 പേരെ കണ്ടതാണ്, ഒരു കറുത്ത ജീപ്പും കണ്ടു എന്ന് പറയുന്നുണ്ട്. അതിന് കറുത്ത ജീപ്പിൽ ഇപ്പോൾ ആരാ കൊണ്ടുപോയതെന്നിങ്ങനെ ഹമീദ് ആലോചിച്ചിട്ട് പറയടാന്നിങ്ങനെ വീണ്ടും വേലായുധനെ ഭീഷണിപ്പെടുത്തുന്നു. പക്ഷേ വേലായുധൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ ഉള്ളൂ. അന്നേരം നേരത്തെ സംസാരിച്ച് അയാളുടെ നിന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാ സാറേ ഇപ്പോൾ മാന്തി എടുക്കുമെന്ന് പറഞ്ഞിട്ട് ബോഡി എവിടെ കിട്ടിയില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇതൊന്നും നമ്മളെ നാട്ടിൽ നടക്കില്ല, അയാൾ നമ്മുടെ നാട്ടുകാരനാണ് എന്ന് പറയുമ്പോൾ നാട്ടുകാരുടെ പണി നോക്കിയാൽ ഹമീദ് പറയുന്നുണ്ട്. അന്നേരം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല സാറേ, നാളെ കഴിഞ്ഞ് അയാളുടെ മകളുടെ വിവാഹമാണ്, നിങ്ങൾ ഇനി എന്തെങ്കിലും കേസൊക്കെ ഉണ്ടാക്കി അയാളുടെ തലയിൽ വെക്കുകയാണെങ്കിൽ കല്യാണം എങ്ങാനും മുടങ്ങിപ്പോയാൽ, ആ പെൺകുട്ടി എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ അതിനൊക്കെ നിങ്ങൾ ഇതിന് ഇറങ്ങി തിരിച്ച ഓരോ പോലീസുകാരെ കൊണ്ടേ ഞങ്ങൾ ഉത്തരം പറയിക്കും. ആ ബോഡിയുമായിട്ട് ഞങ്ങൾ പൊതുദർശനത്തിന് വെക്കും പോലീസ് സ്റ്റേഷനിൽ, പിന്നെ എല്ലാവരും തൂങ്ങും എന്നൊക്കെ ഇങ്ങനെ ഇയാൾ പറയുമ്പോൾ ഹമീദൊക്കെ ഒന്ന് പേടിക്കുന്നുണ്ട്. എല്ലാവരും കൂടി ഇങ്ങനെ ബലപ്പിച്ച് പറയുമ്പോൾ അന്നേരം വേലായുധൻ അന്തം വിട്ട് നിൽക്കുകയാണ്. നാട്ടുകാരൊക്കെ തന്നോടൊപ്പം ഉണ്ട് എന്ന് കണ്ടിട്ട്. അന്നേരം പിന്നെ സോമശേഖരൻ ചോദിക്കുന്നുണ്ട്, സാറേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇവനെ ഇനി എന്ത് പറഞ്ഞാണ് കൊണ്ടുപോകാൻ പോകുന്നതെന്ന്. അന്നേരം ഇവനെ ഇനി ഇടിച്ച് പിഴിയാനാണോ കൊണ്ടുപോകുന്നതെന്നൊക്കെ നാട്ടുകാർ ഒരാൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം തൽക്കാലം ഇവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോക്കോ, ബാക്കി ഞാൻ വിളിച്ചു പറയാമെന്ന് പറഞ്ഞിട്ട് ഹമീദ് വണ്ടിയെടുത്ത് പോകുന്നുണ്ട്. അന്നേരവും നാട്ടുകാർ സംസാരിക്കുന്നുണ്ട്, അങ്ങനെ ഒരു പാവത്തിനെ കൊല്ലാക്കൊല ചെയ്യാനും സമ്മതിക്കില്ല, നാട്ടുകാരെല്ലാം അയാളുടെ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ വകവയ്ക്കാതെ ഹമീദ് പോകുന്നുണ്ട്. പിന്നെ അന്നേരവും വേലായുധൻ ഇങ്ങനെ നോക്കി ചിന്തിക്കുകയാണ്, ഇതൊക്കെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയത് ആരായിരിക്കും എന്നൊക്കെ വേലായുധൻ ചിന്തിച്ചിരിക്കുമ്പോൾ സോമശേഖരൻ പറഞ്ഞു, എന്താണ് ആലോചിച്ച് നിൽക്കുന്ന, കയറങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് വേലായുധനെ തിരിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. തുടർന്നാണെങ്കിൽ വിഷ്ണുവും ശാലിനിയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അന്നേരം വിഷ്ണു ഇറങ്ങുന്നുണ്ട്, ശാലിനി ഇറങ്ങുകയാണ്. അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട്, ഇവിടെ കുറേ സമയം എടുക്കുമോ, നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു എന്ന് പറയുകയാണ്. സമയമൊക്കെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതൊന്നും താൻ പേടിക്കേണ്ട, അവിടെ ഗേറ്റിൻ്റെ മുമ്പിൽ സതീശൻ കാണും, സതീശൻ അമ്മയുടെ പൈസയൊക്കെ പണ്ട് അമ്മയുടെ സഹായം കൊണ്ട് പഠിച്ച ആളായതാണ്, അപ്പോൾ അയാൾ ആ ഹോസ്പിറ്റലിൽ നമ്മളെ കാത്ത് നിൽക്കുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇനി ഇവിടുത്തെ കാര്യം, ഇവിടെ ഒന്നുമില്ല, എൻ്റെ ജീപ്പ് മോഷണം പോയി എന്ന് അവിടെ ചെന്നൊരു പരാതി കൊടുക്കുന്നു, പിന്നെ പോലീസുകാർ കണ്ട് ഇടിച്ചോളൂ എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ആ ഒരു ജീപ്പ് പോലീസുകാർ കണ്ടായിരുന്നല്ലോ, അപ്പോൾ തൻ്റെ വണ്ടി മോഷണം പോയി എന്നുള്ളൊരു പരാതി കൊടുത്ത് അതിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ് വിഷ്ണു ഇവിടെ ശാലിനിയും കൂട്ടി വന്നിരിക്കുന്നത്. പക്ഷേ ശാലിനിക്ക് അത് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു. വിഷ്ണുവിൻ്റെ ജീപ്പ് കണ്ടല്ലോ, അപ്പോൾ അന്വേഷിച്ച് വന്നാൽ വിഷ്ണുവിൻ്റെ ആണെന്ന് തെളിയും. അപ്പോൾ മോഷണം പോയി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊണ്ടുപോയി ജീപ്പ് എടുത്തുകൊണ്ട് പോയി ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനാണ് വിഷ്ണു അങ്ങനെ ചെയ്യുന്നത്. തുടർന്ന് അല്ല കളക്ടർ ഉണ്ടാകുമ്പോൾ പരാതിക്കൊരു ബലക്കൂടുതലുണ്ടാവുമെന്ന് ഇങ്ങനെ ശാലിനിയോട് വിഷ്ണു പറയുകയാണ്. ആ ബലം ആയിട്ട് ഇനി കുറയ്ക്കണ്ട എന്ന് പറഞ്ഞ് ശാലിനി
ശാലിനിയും കൂടി വിഷ്ണുവിൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറാനായിട്ട് പോകുമ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണിക്കുകയാണ്. അത്രയുമാണ് കാണിക്കുന്നത്. പക്ഷേ അത് ആരാണ്, അവരെ കണ്ടിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. പക്ഷേ മുൻപ് ഈ കുടുംബശ്രീ ശാരദയിൽ ഈ വന്നിട്ടുണ്ട്. പഴയ സുഭദ്രത്തിലെ രാധയോ സീതയോ അങ്ങനെ ആരാ ഉണ്ടായിരുന്നല്ലോ, അടിയൊക്കെ കൂടി അന്ന് ശാലിനിയൊക്കെ രക്ഷിച്ച് ഇതായിട്ടാണ് ആ പെൺകുട്ടിയാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിൽ എന്ത് റോള് വരും എന്നുള്ളതാണ് അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഇവർക്കെന്തോ പരിചയമുണ്ട്, എന്തായാലും എന്താണെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.